ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു തലശ്ശേരി മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ബിരിയാണി പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് സവാള വറുത്തെടുക്കണം. ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4 മീഡിയം സൈസ് സവാളയാണ്. അത് ഞാൻ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പാനിലേക്ക് കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയൊക്കെ വറുത്തെടുക്കാം. കുറച്ച് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള സവാളയും നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ഈ ബിരിയാണിയിൽ വേറെ സവാള വഴറ്റലൊന്നുമില്ല കേട്ടോ. ഈ ഒരു സവാള വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണിയുടെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണിയുടെ പരിപാടി വേഗം തന്നെ കഴിയും. ആകെ സവാള വറക്കുന്നൊരു ടൈം മാത്രം തന്നെ എടുക്കുള്ളൂ. ഈ ഒരു സവാള വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബിരിയാണിയുടെ ഗ്രേവിയും പിന്നെ ഗാർണിഷിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഈ സവാള നമ്മൾ എപ്പോഴും ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ എടുക്കണം കേട്ടോ. കൂടുതൽ നേരം അതിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് കരിയും. പിന്നെ നമ്മുടെ ഗ്രേവിക്കൊക്കെ ഒരു കനപ്പ് രസവും വരും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ സവാളയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബിരിയാണിയിൽ ഉണക്കമുന്തിരി വേണമെങ്കിൽ അതും കൂടി വറുത്തെടുക്കാം കേട്ടോ. എനിക്ക് ഉണക്കമുന്തിരി പൊതുവേ ഇഷ്ടമല്ല ബിരിയാണിയിൽ, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇതിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിനി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി പേസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 9 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 40 ഗ്രാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ പകുതി എമൗണ്ട് ഇഞ്ചിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ബേ ലീഫ്, 4 ഗ്രാമ്പു, 4 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട പൊടിച്ചത്, 6 പച്ചമുളക്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ജാതിപത്രി കൂടി ചേർത്തോളൂ കേട്ടോ. നല്ലൊരു മണം വരും ബിരിയാണി മസാലയ്ക്ക്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ 3/4 കിലോ മട്ടൻ ഉണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അര കപ്പ് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയൊന്നുമില്ല, തൈര് വേണം കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ 3/4 ഭാഗം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള 1/4 ഭാഗം നമുക്ക് ഗാർണിഷിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇതിലേക്ക് ഇനി ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ഇതിലേക്കിനി 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മട്ടനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് മസാലയൊക്കെ മട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കുന്നതാണ് നല്ലത്. ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട ഒരു 15 അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അത് ഞാൻ ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെക്കുന്നുണ്ട്. പിന്നെ വേണ്ടത്
നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ചും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഞാൻ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ മട്ടൺ മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ മട്ടൺ മസാല നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത മട്ടൺ കുക്ക് ചെയ്യാം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ സവാള വറുത്ത എണ്ണയിൽ അത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മട്ടനും പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല പഴുത്ത തക്കാളിയാണ്, അധികം പുളിയൊന്നുമില്ല. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മട്ടനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇത് മട്ടൻ കുക്ക് ചെയ്തപ്പോൾ വന്ന നെയ്യാണ് കേട്ടോ. ഇത് ഞാൻ മാറ്റി വെച്ചതാണ്. ഇത്രയധികം നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കണം. ശരിക്കും ഇതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അതുവരെ നമ്മൾ വറ്റിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മുമ്പേ എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ്റെ ഫാറ്റിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാനായിട്ട്. അത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ മട്ടൺ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടി മല്ലിയിലും പുതിനയിലും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്, നല്ലൊരു മണത്തിനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 4 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഡബിൾ ഹൗസിന് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കാം. അരി കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് നമുക്ക് സവാള വറുത്ത എണ്ണയില്ലേ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 4 ഏലക്കായ, കുറച്ച് കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 1/2 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇതിലേക്ക് ഇനി ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നാൽ മതി. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് നമ്മളൊരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ വറ്റിച്ചിട്ടാണ് റൈസ് ഉണ്ടാക്കുന്നത്, ഊറ്റിയെടുത്തല്ല ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് റൈസ് ഫ്രൈ ആവണം കേട്ടോ. നല്ലൊരു മണം വരും റൈസിന്. നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ചെറിയ പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കാം നമുക്ക്. ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം, അതാണ് കേട്ടോ കണക്ക്. ഞാനിപ്പോൾ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ചെറുനാരങ്ങയുടെ നീരും 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7 to 8 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അരി ഓൾമോസ്റ്റ് ഒരു 75% ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്നുകൂടി ആവാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടി വെക്കുകയാണ്. നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന റൈസ് ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ റൈസ് വറ്റിച്ചെടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഊറ്റിയായാലും എടുക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന റൈസിനാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ റൈസ് കുക്കായതിന് ശേഷം നമ്മൾ ഒരുപാട് ഇട്ടിട്ട് ഇളക്കരുത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് മാത്രം ഇളക്കാം കേട്ടോ, അല്ലെങ്കിൽ റൈസൊക്കെ പൊടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടോ പൊടിഞ്ഞിട്ടോ ഒന്നുമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യുന്ന പാത്രം അടുപ്പത്തേക്ക് വെക്കാം.
അതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മട്ടൺ ലെയർ ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റൈസ് ലെയർ ചെയ്യാം. റൈസിൻ്റെ മുകളിൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലും അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാൻ. ചെറിയൊരു യെല്ലോ ഷെയ്ഡ് ഇട്ടാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പാലിൽ കുങ്കുമപ്പൂ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടായാലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറിയൊരു മഞ്ഞ കളർ കിട്ടും ബിരിയാണിക്ക്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള റൈസും മട്ടനും ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ അവസാനത്തെ ലെയർ റൈസ് വരണം കേട്ടോ. ഇപ്പം നമ്മുടെ അവസാനത്തെ ലെയർ റൈസും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലും മല്ലിയിലയും പുതിനയിലയും വറുത്ത സവാളയും അണ്ടിപ്പരിപ്പും കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മുടെ സാഫ്രൺ മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗീ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം നമ്മൾ റൈസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഗീ ഒക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഗീ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുകളിൽ. പിന്നെ നമുക്കിത് ദം ചെയ്യാൻ വയ്ക്കാം. അതിനായിട്ട് ഒരു അലുമിനിയം ഫോയിൽ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് പാത്രത്തിൻ്റെ മൂടിയും വയ്ക്കാം. ഇതൊരു 15 മിനിറ്റ് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒന്ന് ദം ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അലുമിനിയം ഫോയിലൊക്കെ തുറന്നൊന്ന് നോക്കാം. ബിരിയാണിയുടെ ദം പൊട്ടിക്കുമ്പോൾ വരുന്നൊരു മണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല സ്മെല്ലാണ് ഇവിടെയൊക്കെ. ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിക്ക് കണ്ടിട്ട് കൊതി സഹിക്കാൻ പറ്റണില്ല. കണ്ടോ, റൈസൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ പൊടിയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ആയിട്ടില്ല. നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അല്ലേ, അധികം പണിയൊന്നുമില്ല. ആ സവാള വറക്കേണ്ട ഒരു ടൈം മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.